രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ്. മൂന്നാമത്തെ കേസിലാണ് ഇപ്പോൾ അറസ്റ്റിലായി അകത്തായത്. ഒന്നും രണ്ടും കേസ് വന്ന സമയത്തൊക്കെ ആശാൻ കർണാടകയിൽ സുഖവാസത്തിലായിരുന്നു. SITക്കും പോലീസുകാർക്കൊക്കെ രൂക്ഷമായ വിമർശനമായിരുന്നു. അപ്പോൾ മൂന്നാമത്തെ കേസ് അവർ പ്ലാൻ പണി സ്കെച്ച് പണി പോട്ടിട്ട് വളരെ നന്നായി. ഇല്ലെങ്കിൽ എന്താ അറിയോ, അന്ന് കർണാടകയ്ക്ക് മുങ്ങിയെന്നുണ്ടെങ്കിൽ ഈ നോർത്ത് ഇന്ത്യയിൽ എവിടെയെങ്കിലുമൊക്കെ മുങ്ങിക്കളയും ആശാൻ. അയാളെ മുക്കാനും കൊണ്ടുപോയി വെച്ച് സൽക്കരിക്കാനും ഒക്കെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ എന്താണെങ്കിലും പാലക്കാടിൻ്റെ അണ്ടിക്കൊമ്പൻ, അങ്ങനെ വിളിക്കാം നമുക്ക് അല്ലേ, പാലക്കാടിൻ്റെ അണ്ടിക്കൊമ്പൻ അകത്തായിരിക്കുന്നു. എടേ, ഒരു പക്ക ക്രിമിനൽ, ഒരു പക്ക പ്രോ സൈക്കോപാത്ത്. ഇതിൽ കുറഞ്ഞ ഒരു വാക്കില്ല രാഹുൽ മാങ്കൂട്ടത്തിനെ പറയാൻ. മനസ്സിലായോ? അയാൾ അത്രയും ചെയ്തു കൂട്ടിയ ഈ വൃത്തികേടുകൾ ഓരോന്നോരോന്നായി പുറത്ത് വന്നിട്ടും ഇപ്പോഴും ഇവൻ ഫാൻ ബേസ് ഉണ്ടല്ലോ എന്നറിയുമ്പോഴാണ് ലിറ്ററലി ഞെട്ടിപ്പോകുന്നത്. കുറേ പേരൊക്കെ ഇപ്പോഴും ഇവൻ്റെ രാഷ്ട്രീയവും പരിപാടികളും അല്ലെങ്കിൽ അയ്യോ കാണാൻ എന്തൊരു പാവം, ഇതൊരു നിഷ്കളങ്കൻ, ഇതിൽ വീണ് പോകുന്നതായിരിക്കും. പക്ഷെ ഇവൻ ചെയ്തു കൂട്ടിയ ക്രൂരതകൾ ഭയങ്കര വലുതാണ്. അത് ഒരാളോടോ രണ്ടാളോടോ ഒന്നുമല്ല, നിങ്ങൾക്ക് വിരലിലുണ്ടാവുന്നതിലും കൂടുതൽ ഇരകളുണ്ട് ഇവൻ്റെ കേസിൽ. ഇതെല്ലാം അറിയുന്ന കോൺഗ്രസ് നേതൃത്വം ഇവൻ ആദ്യമേ തലേന്ന് ഒഴിച്ച് തടി തപ്പിയതാണ്. ഇനി പാലക്കാട്ടെ നാട്ടുകാരുടെ ചാൻസാണ്. ഇറങ്ങിപ്പോവാൻ പറയണം ഈ പരനാറിയോട്. പോണ വഴിക്ക് ഒരു പൊതിച്ചോറും കൊടുത്തു വിടണം അവൻ്റെ കയ്യിൽ. ആ വഴിക്ക് വിട്ടോളാൻ പറയണം. ഇനി ഇവന് ജനങ്ങളെ സേവിക്കാൻ ഒരു അർഹതയില്ല. അടുത്ത് ഇനി ഒരു പോക്സോ കേസ് വരും. ഇവൻ ചില്ലറക്കാരനല്ല, വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല. ഇവന് വേണ്ടി സംസാരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയുന്നു, നിങ്ങൾ ഇയാളെ നേരെ വീട്ടിൽ കൊണ്ടുപോകുന്നു, നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരു സ്ത്രീയുടെ ബെസ്റ്റിയാക്കി വെച്ചു കൊടുക്കുന്നു. ഇത് നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ പറ. അത്രയും നല്ല വിത്താ. എന്താണെങ്കിലും കുറച്ചധികം കാര്യങ്ങൾ നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. എനിക്കറിയാം ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേര് ഇതിന് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കരഞ്ഞ് മെഴുകി എൻ്റെ തെറി വിളിച്ച് പോകുന്നുള്ളത്. ഐ ഡോണ്ട് കെയർ, ഹൂ കെയർസ്. അപ്പോൾ നിങ്ങൾ ഈ സൈഡിൽ കാണുന്നത് ഏതെങ്കിലും ഒരു കാറ് കമ്പനി അവരുടെ സ്പെസിഫിക്കേഷൻ പല മോഡലിൽ കാണിച്ചതിൻ്റെ ഫീച്ചേഴ്സ് ടിക്കറ്റ് വെച്ചതല്ല. രാഹുൽ മാങ്കൂട്ടം അതിജീവതകളോട് ചെയ്ത ക്രൂരതകൾ, അതിൻ്റെ മോഡസ് തെളിയിക്കുന്ന ലിസ്റ്റ് റിപ്പോർട്ടർ ചാനൽ പുറത്തു വിട്ടതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇതിനകത്ത് എന്താണ് ഈ മൂന്നാമത്തെ കേസ് കൊടുത്ത ഇരയായ ആ സ്ത്രീ എന്തൊക്കെയാണ് ആ കേസിൽ SITയോട് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് നോക്കാം. ഗർഭഛിദ്ര വിവാദത്തിൽ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവിന്റെ ആശ്വാസത്തിൽ തുടരുന്നതിനിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച് പ്രവാസി മലയാളിയായ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ചുമതലയുള്ള AIG ജി പൂങ്കുഴലിക്ക് ദിവസങ്ങൾക്ക് മുമ്പ് ഇമെയിൽ സന്ദേശത്തിലൂടെ പരാതി അയച്ചത്. തുടർന്ന് അതീവ രഹസ്യമായി വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ കഴിഞ്ഞ ബുധനാഴ്ച യുവതിയുടെ മൊഴി രേഖപ്പെടുത്തുകയായിരുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തിന് യുവതി അയച്ച പരാതിയിലെ പരാമർശങ്ങൾ ഇങ്ങനെ: 2023 സെപ്റ്റംബറിൽ വിവാഹം കഴിഞ്ഞതിന് പിന്നാലെ താൻ ഭർത്താവിനൊപ്പം വിദേശത്തേക്ക് പോയി. തൻ്റെ കുടുംബജീവിതത്തിൽ വിദേശത്തെത്തി 1 വർഷം തികയും മുമ്പ് അസ്വാരസ്യങ്ങൾ ഉടലെടുത്തു. അതിനിടെ സമൂഹമാധ്യമത്തിലൂടെ പരിചയപ്പെട്ട രാഹുലുമായി സൗഹൃദത്തിലായി. വിവാഹബന്ധം വേർപെടുത്താൻ നിർബന്ധിച്ച രാഹുൽ തന്നെ ജീവിത പങ്കാളിയായി സ്വീകരിക്കാമെന്നും തൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മയാകണമെന്നും യുവതിയോട് അഭ്യർത്ഥിച്ചു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് യുവതി അവധിക്ക് നാട്ടിലെത്തി. സ്വകാര്യമായി നേരിൽ കാണണമെന്നും ചില കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ടെന്നും വ്യക്തമാക്കിയ രാഹുൽ പത്തനംതിട്ടയിലെ ഒരു ഹോട്ടലിൽ സ്വന്തം പേരിൽ മുറിയെടുക്കാൻ യുവതിയോട് ആവശ്യപ്പെട്ടു. തുടർന്ന് ഭാവി കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനെന്ന പേരിൽ യുവതിയുടെ മുറിയിലെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിക്രൂരമായി ശാരീരികമായി ദുരുപയോഗം ചെയ്തെന്നാണ് പരാതിയിലെ പരാമർശം. തടുക്കാൻ ശ്രമിച്ചിട്ടും തന്നിലൊരു കുഞ്ഞു വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിർബന്ധപൂർവ്വം രാഹുൽ ലൈംഗികമായി അതിക്രമിക്കുകയായിരുന്നെന്നും പരാതിയിൽ പറയുന്നു. അപ്രതീക്ഷിതമായ അതിക്രമത്തിൽ ഭയപ്പെട്ട യുവതി വൈകാതെ തിരികെ വിദേശത്തേക്ക് പോയി. തുടർന്ന് താൻ ഗർഭിണിയാണെന്ന വിവരം ഫോണിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറിയിച്ചെങ്കിലും ഗൗനിച്ചില്ലെന്നും അവഗണനയും അധിക്ഷേപവുമാണ് മറുപടിയായി ലഭിച്ചതെന്നും യുവതി പറയുന്നു. കുഞ്ഞിൻ്റെ പിതൃത്വം തനിക്കല്ലെന്ന് പറഞ്ഞ് രാഹുൽ അധിക്ഷേപം തുടർന്നതോടെ ഗർഭസ്ഥ ശിശുവിൻ്റെ DNA പരിശോധന നടത്താൻ താൻ തീരുമാനിച്ചു. ഭ്രൂണത്തിൻ്റെ DNA സാമ്പിൾ ശേഖരിച്ച വിദേശ ഏജൻസി രാഹുലിനോട് പിതൃത്വം തെളിയിക്കാനായി പരിശോധനയ്ക്ക് തയ്യാറാകണമെന്നാവശ്യപ്പെട്ട് ഇമെയിൽ സന്ദേശം അയച്ചു. എന്നാൽ ഇതിന് മറുപടി നൽകിയില്ല.
പിന്നാലെ യുവതിയെ മാനസികമായി സമ്മർദ്ദത്തിലാക്കിയ രാഹുൽ ക്രൂരമായ ഭാഷയിൽ അധിക്ഷേപം തുടർന്നു. ഇതേ തുടർന്ന് താൻ ഗർഭചിത്രത്തിന് നിർബന്ധിതയാകുകയായിരുന്നുവെന്നും പരാതിയിൽ പരാമർശമുണ്ട്. പിന്നാലെ വിഷാദത്തിന് അടിമപ്പെട്ടെന്നും കടുത്ത ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിട്ടെന്നും യുവതി പറയുന്നു. ആരോഗ്യസ്ഥിതി പങ്കുവെക്കാൻ രാഹുലിനെ വിളിച്ചെങ്കിലും തന്റെ നമ്പർ ബ്ലോക്ക് ചെയ്ത നിലയിലായിരുന്നു. തുടർന്ന് രാഹുലിന്റെ ഉറ്റ സുഹൃത്തായ ഫെനി നൈനനെ വിവരങ്ങൾ അറിയിച്ചു. ഏതാനും മാസങ്ങൾക്ക് ശേഷം രാഹുൽ വീണ്ടും ഫോണിൽ വിളിച്ചു. സാഹചര്യങ്ങൾ വിശദീകരിച്ച് യുവതിയുടെ വിശ്വാസം പിടിച്ചുപറ്റിയ ശേഷം പാലക്കാട് ബിൽടെക് സമിറ്റിൽ ഫ്ളാറ്റ് വാങ്ങാനായി 1.5 കോടി രൂപ യുവതിയോട് ആവശ്യപ്പെട്ടു. പലപ്പോഴായി തന്റെ അക്കൗണ്ടിൽ നിന്ന് രാഹുലിന്റെ സുഹൃത്തായ ഫെനി നൈനാന്റെ അക്കൗണ്ടിലേക്ക് പണം കൈമാറിയതായും യുവതിയുടെ പരാതിയിൽ പരാമർശമുണ്ട്. അതിനിടെ കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ രാഹുലിനെതിരായ വിവാദങ്ങൾ വാർത്തയായതോടെ ഫോണിൽ വിളിച്ച് വിവരങ്ങൾ തേടി. എന്നാൽ തനിക്കെതിരെ നടക്കുന്നത് രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നും അത് തെളിയിക്കുന്ന രേഖകൾ കൈവശമുണ്ടെന്നുമായിരുന്നു മറുപടി. ഇതാണ് ആ ലേഡിയുടെ പരാതിയുടെ ചെറിയൊരു ഉള്ളടക്കം. ഇതിൻ്റെ ഒരു മോഡസാണ് ഇവിടെ പലരും ഞങ്ങളുടെയൊക്കെ ഗ്രൂപ്പ് ചർച്ചകളിലും എന്നോട് പേഴ്സണലായിട്ട് ഈ വിഷയത്തിൽ സംസാരിക്കാൻ വരുന്നവരൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്. ഇത് കൺസെൻഷ്യൽ അല്ലേ? ഈ ശാരീരിക ബന്ധം കൺസെൻഷ്യൽ അല്ലേ? 2 പേരും അറിഞ്ഞുകൊണ്ടുള്ള കൺസെൻഷ്യലായിട്ടുള്ള ശാരീരിക ബന്ധത്തിലല്ലേ ഏർപ്പെട്ടത്? ആയിരിക്കാം ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, ആയിരിക്കാം. ഇനി കോടതിയിൽ അത് കൂടുതലായിട്ട് വാദിക്കുക തെളിയിക്കുക എന്ത് വേണമെങ്കിൽ ചെയ്യാം. ബട്ട് കൺസെൻഷ്യൽ ആവാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. വിവാഹ വാഗ്ദാനം കൊടുക്കുന്നു. ഇനി വിവാഹ വാഗ്ദാനം അവിടെ മാറ്റി വയ്ക്കട്ടെ. ഒരാൾക്ക് ലൈഫിലൊരു ഹോപ്പ് കൊടുക്കുകയാണ്. ഓക്കെ, ഏറ്റവും ലോസ്റ്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ, ഏറ്റവും മോശപ്പെട്ട ഒരു അവസ്ഥയിൽ ഒരു മനുഷ്യൻ പോവാണോ പെണ്ണോ, അവരോട് പോയിട്ടൊരു ഹോപ്പ് കൊടുക്കുകയാണ്. ഇനി ജീവിതത്തിൽ മുന്നോട്ട് നിങ്ങൾക്ക് പോകാൻ ഞാൻ നിങ്ങളെ കൂടെ കാണും. അതൊരു ഹോപ്പല്ലേ? ആ ഒരു വാക്ക് ചിലപ്പോൾ നമ്മളൊരു വിശ്വസിച്ചു പോകും. ചിലപ്പോൾ ആ പറയുന്ന വ്യക്തിയുമായിട്ട് നമുക്ക് അത്ര ആത്മബന്ധം പോലും കാണില്ല. ചിലപ്പോൾ കുറച്ച് മണിക്കൂറുകളുടെ പരിചയമോ ദിവസങ്ങളുടെ പരിചയമോ മാത്രമേ നമുക്ക് ചിലപ്പോൾ ഒരു വ്യക്തിയോട് കാണൂ. പക്ഷെ നമ്മളുടെ അവസ്ഥ കാരണം മനുഷ്യൻ്റെ സൈക്കോളജി അതാണ്. ഒന്നുമില്ലാത്തവൻ അങ്ങനത്തെ ഒരു ആശ്വാസ വാക്ക് ഭയങ്കരമായിരിക്കും. ചിലപ്പോൾ അതിലങ്ങോട്ട് അയാളെ വിശ്വസിച്ചു പോകും. ഇതൊരു മനുഷ്യന് വരാവുന്ന സിറ്റുവേഷനാണ്. രാഹുൽ മാങ്കൂട്ടം ഇരയാക്കിയ സ്ത്രീകളെ നിങ്ങൾ നോക്കുക എങ്ങനെയാണ്. എല്ലാവരും കല്യാണം കഴിഞ്ഞ് വിവാഹബന്ധത്തിൽ പ്രശ്നമുള്ള ആളുകൾ. പിന്നെ ടാർഗറ്റ് മൊത്തം അങ്ങനെയാണ്. ഒരുമാതിരി കളങ്കാവൽ സിനിമയിലെ മമ്മൂട്ടി ചെയ്ത പോലെ. അതിൻ്റെ മറ്റേ വേർഷൻ ഞാൻ പറയുന്നില്ല, OG വേർഷൻ ഞാൻ പറയുന്നില്ല, ആ സിനിമ റെഫറൻസ് വെച്ച് പറയുകയാണ്. ഈ ചെങ്ങാതി പിടിച്ചത് മൊത്തം ഇങ്ങനത്തെ സോഫ്റ്റ് ടാർഗറ്റ്സിനെയാണ്. വിവാഹബന്ധത്തിൽ പ്രശ്നങ്ങളുള്ള ആളുകളെ തിരഞ്ഞെടുത്ത് സോർട്ട് ചെയ്ത് അതിൽ തന്നെ ഇവൻ യൂസ് ചെയ്യാൻ പറ്റുന്നവരെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാനസികമായി അവരെ മാനിപ്പുലേറ്റ് ചെയ്ത് ആ മാനിപ്പുലേഷനിൽ അവൻ വിവാഹ വാഗ്ദാനം കൊണ്ടുപോയി വെക്കുന്നു. കുട്ടിക്ക് അച്ഛനായിട്ടിരിക്കാമെന്ന് പറയുന്നു, നിങ്ങളുടെ വീട്ടുകാർക്ക് നല്ലൊരു മരുമകനായിട്ടിരിക്കാമെന്ന് പറയുന്നു. വാഗ്ദാനങ്ങൾ കൊടുത്ത് അവരെ മയക്കി അവരെ ബെഡിലേക്ക് എത്തിച്ച്, ഒരു പൊതുപ്രവർത്തകനല്ലടാ അണ്ടിക്കൊമ്പായി. അതൊക്കെ കോണ്ടം എന്ന് പറഞ്ഞ സാധനത്തിന് യൂസ് അതോ ഇത്ര വലിയ കോണ്ടം വിരോധിയാണോ? ഒരു കോണ്ടം ഇട്ടിരുന്നെങ്കിൽ ഇന്ന് ഈ കേസിൻ്റെ ഒന്നും ഗ്രാവിറ്റി നിനക്ക് ഇത്രത്തോളെങ്കിലും വരില്ല എന്ന് പറഞ്ഞ് ഒരു പരിധി വരെ എസ്കേപ്പ് അടിച്ച് പോകുമായിരുന്നു. ഇത് കോണ്ടത്തിൻ്റെ ആൾക്കാർക്ക് പരസ്യമായിട്ട് ഉപയോഗിക്കുക ഇവൻ്റെ ഈ പറഞ്ഞ കേസ്, ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മാങ്ങാണ്ടി. അല്ലേ, ഞാൻ ആലോചിച്ച് നോക്കുന്നത്, ഇവന് ഈ പെൺകുട്ടിയിൽ നിന്ന് ഫ്ലാറ്റിനുള്ള പൈസ വാങ്ങാം, സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്കുള്ള പൈസ വാങ്ങാം, ചെരുപ്പിനുള്ള പൈസ വാങ്ങാം, വാച്ച് മേടിപ്പിച്ചു. ഒരു കോണ്ടം വാങ്ങാനുള്ള പൈസ നമുക്ക് ആ പെണ്ണിൻ്റെ നിന്ന് മേടിച്ചുകൂടായിരുന്നില്ലേ? അല്ലെങ്കിൽ അനക്ക് സ്വന്തം മേടിച്ചുകൂടായിരുന്നില്ലേ? ഇല്ല മോൻ്റെ. അതാ ഞാൻ പറയും, ഇവൻ്റെ മോഡസ് എന്താ അറിയോ? ഇവന് മറ്റേതാ, കഴപ്പനാ. ഇവൻ ഇഞ്ചക്ട് ചെയ്യവന്, ഇതിങ്ങനെ കിട്ടണവന്. മനസ്സിലായോ? ഇവൻ്റെ പ്ലക്ക് ഞാൻ പറയണില്ല. ഇവനതാണ് ഇവൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ, ഇവനിൽ ഒരു സ്ത്രീ ഗർഭിണിയായി കാണുമ്പോൾ കിട്ടുന്ന, അതാണ് ഇവനൊരു സൈക്കോപാത്താന്ന് പറയുന്നത്. ഒരു സ്ത്രീ ഇവനിൽ ശാരീരികമായി ഇവൻ ഒരു സ്ത്രീയെ അങ്ങോട്ട് അവനിലേക്ക് എത്തിച്ച് അതിൽ ആ സ്ത്രീ ഗർഭിണിയാവുമ്പോൾ ഇവന് സാറ്റിസ്ഫൈഡ് ഫീലിംഗ്. പിന്നെ അത് കഴിഞ്ഞ് അവന് ത്രില്ല് പോയി. പിന്നെ ആ സ്ത്രീയോട് ഒരു ത്രില്ലില്ല. മനസ്സിലായോ? പിന്നെ അടുത്ത സ്ത്രീയെ കിട്ടണം. പിന്നെ ഈ സോഫ്റ്റ് ടാർഗറ്റ്സ് ആയതുകൊണ്ടും ഒക്കെ വിവാഹിതരായി ഇട്ടുള്ള ഓൾറെഡി വിവാഹത്തിൽ ഇരിക്കുന്ന ആളുകളായതുകൊണ്ടും ഇവരിതൊന്നും പുറത്ത് പറയില്ല. പുറത്ത് പറഞ്ഞാലും പല രീതിയിലുള്ള ചോദ്യങ്ങൾ അവർക്ക് നേരിടേണ്ടി വരും എന്നുള്ളത് കൊണ്ട്
പലരും ഇത് അനുഭവിച്ച് മിണ്ടാതെ കരഞ്ഞ് ഇവൻ്റെ ഈ പറഞ്ഞ ഹരാസ്മെൻറ്റ്, ഇവൻ ഫിസിക്കലി ചെയ്യുന്ന ഹരാസ്മെൻറ്റിനേക്കാൾ കൂടുതൽ ഇവരോടൊക്കെ ചെയ്തിട്ടുള്ളത് മെൻ്റലി ഹരാസ്മെൻറ്റാണ്. ഇവൻ്റെ ഇരയായ ഒരു അതിജീവത എഴുതിയിട്ട പോസ്റ്റിൻ്റെ ഒരു പോർഷൻ ഞാനിവിടെ വയ്ക്കുന്നുണ്ട്. അവരൊക്കെ ഇവൻ അകത്ത് പോയല്ലോ ഇത്രയും സോളിഡ് ആയിട്ടുള്ള തെളിവുകളോടുകൂടി. ആരെങ്കിലും ഒരാൾ കാണൂടെ ഇവൻ്റെ ഇരകളുടെ കൂട്ടത്തിൽ? ഇത് ഒരാളല്ല കേട്ടോ, ഒരുപാട് പേര് ഇവൻ്റെ ഇരകളിൽ ഇതിലും സ്ട്രോങ് ആയിട്ടുള്ള തെളിവുള്ള ഒരുപാട് പേര് ഇനിയുണ്ട്, വരും. വെയിറ്റ് ചെയ്യും രാഹുൽ മാങ്ങാണ്ടി, ഇനി നിനക്ക് കിട്ടാനുള്ളതൊക്കെ ഉണ്ട്. വരിക്കും. ഞാൻ ഇതിന് മുമ്പൊക്കെ അവൻ്റെ വീഡിയോ ചെയ്യുന്ന സമയത്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഇത് 1 or 2 കേസിൽ തീരുന്നതല്ല, 5, 6, 7, 8 കേസായിട്ട് മുന്നോട്ട് പോകും. ഇവനെ ഇനി എന്താ പറയുക, നാട്ടുകാരൊറ്റപ്പെടുത്തുക എന്നുള്ളൊരൊറ്റ കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഇവിടുത്തെ ഗവൺമെൻറ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ റോട്ടിൽ നിന്ന് നായ്ക്കളൊക്കെ പിടിച്ചുകൊണ്ടിട്ട് വന്ധീകരിക്കുമല്ലോ, അതുപോലെ വന്ധീകരിച്ചിടണം. അല്ലെങ്കിൽ പുറത്ത് കൊണ്ടുപോകുമ്പോൾ അങ്ങനെ വിടണം. അല്ലെങ്കിൽ ഇവൻ്റെ പ്ലക്ക് സഹിക്കാൻ പറ്റുന്നില്ലേ? നാട്ടിലെ പെണ്ണുങ്ങളെ തിരിപ്പിച്ച് കഴപ്പൻ കൊണ്ടുപോയി പരിപാടി കാണിക്കുകയാണല്ലോ. ഇത് നാറിത്തരം കാണിച്ചിട്ട് ഇവനെ ഇനിയും സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ദയവ് ചെയ്ത് നിങ്ങളോടാണ് പറയുന്നത്, നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിക്കോ. വീട്ടിൽ കൊണ്ടുപോയി വെച്ച് നിങ്ങളൊരു ക്ലാസ് കൊടുക്കുക. എന്തായാലും നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി വെക്കും. വീട്ടിൽ ഏതെങ്കിലും സ്ത്രീകളുണ്ടെങ്കിൽ അവരുടെ ബെസ്റ്റി ആയിട്ട് ഇവൻ പോകും. ഞാൻ ബെസ്റ്റീസിനെ കുറ്റം പറയുന്നതല്ല, ഞാനൊരു സർക്കാസ്റ്റിക് ആയിട്ട് പറയുകയാണ്. ഇവനെ വീട്ടിൽ കയറ്റിയ ഇവൻ ബ്ലക്കും. അങ്ങനെ നിങ്ങൾക്ക് ഉറപ്പുണ്ട്, അതായത് ഇവൻ നല്ല കുട്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുപോ, ട്രൈ ഇറ്റ്. ഇവൻ്റെ സൈക്കോപാത്താണ്. ഇവനെ കൊണ്ടുപോയാൽ നിങ്ങൾ അനുഭവിക്കുക. അപ്പോൾ ഇവന് വേണ്ടി സംസാരിക്കുന്നവർ അറ്റ്ലീസ്റ്റ് ഇവനെ കൊണ്ടുപോയി നിങ്ങളൊന്ന് നോക്ക്, നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്യും, പോണ വഴിക്ക് പഠിപ്പിച്ചു കൊടുക്കും, പോണ്ട എങ്ങനെയാടാന്നുള്ളത്, അതും കൂടി പഠിക്കട്ടെ. അലവലാതി. സംഭവം നടക്കുന്നത് 2024 പക്ഷേ 2023 സെപ്റ്റംബറിൽ നാട്ടിലുള്ള ബാല്യകാല സുഹൃത്തായ മറ്റൊരു രാഹുലിന് വാട്സപ്പ് വഴി ഒരു ഫ്ലിപ്കാർട്ട് ലിങ്ക് അയച്ചു നൽകിയത് മാറി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നമ്പറിലേക്കാണ് പോയത്. നോക്കൂ, രാഹുൽ മാങ്കൂട്ടത്തിനു വേണ്ടി അങ്ങോട്ട് മെസ്സേജ് അയക്കുകയായിരുന്നില്ല. നാട്ടിലുള്ള രാഹുൽ എന്ന് പറയുന്നൊരു സുഹൃത്തിന് അയച്ച മെസ്സേജ് തെറ്റായി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മെസ്സേജിലേക്ക് പോകുന്നു. തെറ്റായ ഒരു മെസ്സേജിന് രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നെ അടുത്ത ദിവസം മുതൽ ഹായ്, ഹലോ തുടങ്ങിയ മെസ്സേജുകൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നമ്പറിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് വന്നു തുടങ്ങുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനോട് നേരിട്ട് സംസാരിക്കാനല്ലായിരുന്നു കുട്ടിയുടെ താല്പര്യം. മറ്റൊരു രാഹുലിനെ അയച്ചത് അപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്തെങ്കിലും ആ നമ്പർ നോട്ട് ചെയ്ത് അതിലേക്ക് തുടർച്ചയായി ഹലോ, ഹായ് എന്നീ മെസ്സേജുകൾ അയക്കുന്നു. അതായത് ഇത് കോടതിയിൽ വേണമെങ്കിൽ വേറെ രീതിയിൽ ഫാബ്രിക്കേറ്റ് ചെയ്യാം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വക്കീലുകൾ. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വക്കീൽ പറയുകയാണ് ഇതൊരു ഹണി ട്രാപ്പാണ്, തേൻകെനി വെച്ചതാണ് രാഹുലിന്. ഇതേപോലൊരു ഫ്ലിപ്കാർട്ട് ലിങ്ക് ഒരു പരിചയവുമില്ലാത്ത ഒരാൾക്ക് അയച്ച് അത് ഡിലീറ്റ് ചെയ്ത്, മനസ്സിലായോ, ഒരു ബെയ്റ്റ് ഇട്ട് കൊടുത്ത് മീൻ പിടിക്കണ പോലെ തേൻകെണി വെച്ച് രാഹുലിനെ കുടുക്കിയതാന്ന് വേണമെങ്കിൽ അവർക്ക് വാദിക്കാം. പിന്നെ കുറേ ചോദ്യങ്ങൾ ഇതിനകത്ത് വരും. ഒരു രാഹുലിനെ അയച്ചത് എങ്ങനെ വേറൊരു രാഹുൽ മാങ്കൂട്ടത്തിന് പോകുന്നു? അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നമ്പർ ഇവരിൽ ഓൾറെഡി സേവ്ഡ് ആണോ? ഇവർ ഓൾറെഡി അറിയുന്നവരാണോ? എന്ത് കാരണം കൊണ്ടാണ് രാഹുലിൻ്റെ നമ്പർ സേവ് ചെയ്ത് വെച്ചത്? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഈ ഇര ഉത്തരം കൊടുക്കും, ഈ അതിജീവിത ഉത്തരം കൊടുക്കേണ്ടി വരും. അങ്ങനത്തെ ഒക്കെ ചോദ്യങ്ങൾ ഓപ്പോസിഷൻ്റെ ഭാഗത്തുനിന്ന് വരാനുള്ള എല്ലാ പൊട്ടൻഷ്യലും ഇപ്പോൾ ഈ വായിച്ച ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിനകത്തുണ്ട്. ഓക്കെ, എല്ലാം ഉണ്ട് ഇതിനകത്ത്. അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വരും. അതൊക്കെ അവർ ഫേസ് ചെയ്യണം, അതൊക്കെ ഫേസ് ചെയ്യാൻ അവർ റെഡിയാണ്. ഇപ്പോൾ അവൻ്റെ DNA ടെസ്റ്റ് എടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും അതിൻ്റെ റിസൾട്ട് വരാൻ വേണ്ടി വേറൊരു അതവിടെ നിൽക്കട്ടെ, അത് വരണം. അതും കൂടി വന്നു കഴിഞ്ഞാലാണ് ഇവന് ശരിക്കുള്ള ലോക്ക്. ബാക്കി കേൾക്കാം. ഞങ്ങൾ പിന്നീട് സംസാരിക്കാനും എൻ്റെ വീടിനെക്കുറിച്ചും പപ്പയും മമ്മിയും അനുജത്തെക്കുറിച്ചും ജോലിയെക്കുറിച്ചും പഠനത്തെക്കുറിച്ചുമെല്ലാം രാഹുൽ വാട്സപ്പ് മെസ്സേജ് വഴി അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. ആദ്യമെല്ലാം വളരെ കാഷ്വലായി വർഷങ്ങളായി പരിചയമുള്ളയാളെ പോലെയാണ് രാഹുൽ സംസാരിച്ചത്. പിന്നീട് രാഹുൽ സ്ഥിരമായി വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുകയും അന്വേഷണങ്ങൾ നടത്തുകയും ചെയ്യാറുണ്ടായിരുന്നു. ഞാൻ മാരീഡാണ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിനോട് പറയുകയും ചെയ്തിരുന്നു. എല്ലാ ദിവസവും കൂടുതൽ സമയമെടുത്ത് രാഹുൽ എനിക്ക് മെസ്സേജുകൾ അയക്കുകയും പേഴ്സണൽ വിവരങ്ങൾ തിരക്കുകയും പതിവായി. കുട്ടികളില്ലാത്തത് എന്തെന്ന് ചോദിച്ചപ്പോൾ ആദ്യം ഞാൻ ഒഴിഞ്ഞുമാറിയെങ്കിലും രാഹുൽ നിർബന്ധിച്ചപ്പോൾ ദാമ്പത്യത്തിൽ ചില പൊരുത്തക്കേടുകളുണ്ടെന്ന് ഞാൻ വിഷമിച്ചു പറഞ്ഞു. അപ്പോൾ രാഹുലിന് എന്നെ ഹഗ് ചെയ്യാൻ തോന്നുന്നുവെന്ന് പറഞ്ഞു. സിമ്പതിയാണോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് റെസ്പെക്റ്റ് ആണെന്നും ഇങ്ങനെ സഹിച്ചു ജീവിക്കാൻ എത്ര നാൾ കഴിയുമെന്നും എന്നോട് ചോദിച്ചു. എല്ലാവരെയും പ്രീതിപ്പെടുത്തി ആർക്കും എല്ലാ കാലവും ജീവിക്കാൻ കഴിയില്ലെന്നും എൻ്റെ ഹസ്ബൻഡുമായുള്ള റിലേഷൻഷിപ്പിൽ നിന്നും ഇറങ്ങി വരാനും എന്നോട് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടായിരുന്നു. അതായത് ഈ ദാമ്പത്യത്തിലെ വിള്ളലുകൾ കണ്ടെത്തി അവിടേക്കെത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പെൺകുട്ടിയോട് ഈ വിവാഹ
വിവാഹത്തിൽ നിന്ന് ഇറങ്ങി വരികയും എന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്നും വിവാഹ വാഗ്ദാനം, തനിക്ക് കുട്ടികളുണ്ടായാൽ തിരക്ക് കാരണം ക്വാളിറ്റി ഓഫ് ടൈം അവർക്ക് വേണ്ടി ചെലവഴിക്കാൻ കഴിയില്ലെന്നും അവർക്ക് നല്ലൊരു അമ്മയെ വേണമെന്നും ഞാൻ നല്ലൊരു കമ്പാനിയനാണെന്നും പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ചു. സിമിലർ മോഡസ് ഇവൻ്റെ ഇരയായ ഓരോ വ്യക്തികളോടും നിങ്ങൾ ചോദിക്കുക. ഓക്കെ, ഇവൻ ഇതേ കാര്യമായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ആദ്യത്തെ അപ്രോച്ച് ഇതേപോലെ ആയിരിക്കും, ഭയങ്കര കെയറേട്ടനായിട്ട് അപ്രോച്ച് ചെയ്യും. അതിനുശേഷം അവരുടെ വിവാഹ ബന്ധത്തിലുള്ള വിള്ളലുകൾ എന്തൊക്കെയെന്നുള്ളത് മനസ്സിലാക്കും. അതിനുശേഷം ആ വിവാഹ ബന്ധത്തിലുള്ള വിള്ളലുകളിലേക്ക് ഇവൻ ഓയിൻമെൻ്റ് ആയിട്ട് വരും. അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വിള്ളൽ കൂട്ടാനുള്ള ഓയിൻമെൻറ്റാണെന്നുള്ളത് ഇവർ തിരിച്ചറിയുമ്പോഴത്തേക്കും ഇവൻ്റെ വലയിൽ വെട്ട് കാണും. ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും ഇവൻ്റെ കെയറിങ് വലയത്തിൽ നിന്ന് അവർക്ക് പുറത്തു വരാൻ പറ്റാത്ത രീതിയിൽ ഇവനെ ലോക്കാക്കും. മാനസികമായി അവരെ ലോക്കാക്കിയതിന് ശേഷം പിന്നെയാണ് ഇവൻ ശാരീരികമായും മോണിറ്ററി ബെനിഫിറ്റ്സിന് വേണ്ടി ഇവർ ഉപയോഗിക്കുക. എൻ്റെ സംശയം ഇതൊരു രാഹുൽ മാങ്കൂട്ടത്തിലോ ഒരു ഫെനി നയനല്ലോ മാത്രം നിൽക്കുന്ന ബെൽറ്റല്ല. ഇതൊരു 2 പേരുടെ ഗ്യാങ്ങാന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? രാഹുലിൻ്റെ ഫ്രണ്ടും? നോ. കൂടുതൽ കണ്ണികൾ ഉണ്ടാവാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട്. മേ ബി വരും ദിവസങ്ങളിലോ വരും ആഴ്ചകളിലോ പുറത്ത് വരാൻ പോകുന്ന ന്യൂസുകളിൽ ഞെട്ടിക്കുന്ന വാർത്തകൾ വരെ പുറത്ത് വരാനുള്ള എല്ലാ പൊട്ടൻഷ്യലും ഉള്ളതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട്. ആരുടെയൊക്കെ പേരുകൾ, ആരോപണങ്ങൾ വരാം, അതിജീവിതമാർ ഇനിയും വരാം. അവരുടെ കയ്യിൽ ഇതിലും സ്ട്രോങ് ആയിട്ടുള്ള തെളിവുകൾ കാണാം. രാഹുൽ മാങ്കൂട്ടം മാത്രമായിരിക്കില്ല, അതിൽ ഇനിയും പേരുകൾ വരാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, മോഡസ് സെയിമാണ്. ഒരു ക്രിമിനലിൻ്റെ ഏറ്റവും വലിയ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ അവൻ്റെ മോഡസാണ്. ഇവന് മോഡസ് ഉണ്ട്. ഇരകളിലൂടെ നിങ്ങളൊന്ന് പോയി നോക്കുക, ആദ്യം വന്ന ന്യൂസുകളിലൂടെ നിങ്ങൾ പോയി നോക്കുക. സെയിം മോഡസ്. സിമ്പതി പിടിച്ചു പറ്റുന്നു, വിശ്വസ്തനാവുന്നു, എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. ഇതാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മോഡസ്. പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ യാത്ര ചെയ്യുന്നതുകൊണ്ട് സൺസ്ക്രീൻ ഉപയോഗിക്കണമെന്നും ബ്രാൻഡ് നിർദ്ദേശിക്കാനും എന്നോട് വാങ്ങിക്കൊടുക്കാനും രാഹുൽ ആവശ്യപ്പെട്ടു. വിദേശത്താണ് ഈ പെൺകുട്ടി. രാഹുൽ നാട്ടിൽ പൊതുപ്രവർത്തനം നടത്തുന്ന ആളാണ്. സാധാരണക്കാരായ മനുഷ്യരുടെ ഒപ്പിൽ മണ്ണിലും ചെളിയിലും ഒക്കെ പണിയെടുക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന രാഷ്ട്രീയ നേതാവ് സൺസ്ക്രീൻ വാങ്ങാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ കൂടാതെ രാഹുൽ ആവശ്യപ്പെട്ടത് പ്രകാരം ബ്ലൂ കളറിലുള്ള ഫോസിലിൻ്റെ വാച്ച് ഫോസിൽ ഇന്ത്യ വെബ്സൈറ്റ് വഴിയും ഷാംപൂവും കണ്ടീഷണറും സൺസ്ക്രീനും ഞാൻ ബിൽവ എന്ന സൈറ്റ് വഴിയും രാഹുലിൻ്റെ വീട്ടിലെ രാഹുൽ മാങ്കൂട്ടത്തിൽ പത്തനംതിട്ട എന്ന അഡ്രസ്സിലേക്ക് അയച്ചു കൊടുത്തു. കൂടുതൽ അടുക്കുന്തോറും അയാൾ എന്നോട് യു വിൽ ബി മൈ ലൈഫ് പാർട്ട്ണർ എന്നും തൻ്റെ സഹോദരിക്ക് കുട്ടികളില്ല എന്നും തനിക്ക് 3 കുട്ടികളെങ്കിലും വേണമെന്നും ഇൻസിസ്റ്റ് ചെയ്ത് പറയുമായിരുന്നു. താൻ നല്ലൊരു പാർട്ട്ണർ ആയില്ലെങ്കിലും നല്ലൊരു ഫാദർ ആയിരിക്കുമെന്നും രാഹുൽ എന്നോട് പറഞ്ഞ് അഷ്യൂർ ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോഴും രാഹുൽ കോൺവെർസേഷൻ മുഴുവൻ ടെലിഗ്രാം വഴിയാക്കിയിരുന്നു. അതാണ് സേഫ് എന്ന് പറയുകയും ടെലിഗ്രാം ചാറ്റ് മുഴുവൻ സീക്രട്ട് മോഡിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. അതായത് ടെലിഗ്രാം, വാട്സാപ്പ്, ഗൂഗിൾ പേ, ഇവനൊരാളെ ഹിറ്റ് ചെയ്യാൻ കിട്ടുന്ന എല്ലാ വഴികളിലൂടെയും ഇവൻ ഹിറ്റ് ചെയ്യും. ഇപ്പോൾ ഇവൻ്റെ വക്കീൽ വാദിക്കുകയാണ് കോടതിയിൽ, ഇവനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഈ ലിങ്ക് ആദ്യം ഇവൻ്റെ വാട്സാപ്പിലേക്ക് ഈ ലേഡി അയക്കുന്നു. ഇതൊരു തേൻകണിയുടെ ഭാഗമാണെന്നൊക്കെ പറയുമ്പോഴും ഇവിടെ ഇതേപോലെ തേൻകണി വരുമെന്നറിഞ്ഞിട്ടും രാഷ്ട്രീയക്കാരനായിട്ടും ഇവന് ശത്രുക്കളുണ്ടെന്ന് അറിഞ്ഞിട്ടും ഇതേപോലൊരു സ്ത്രീയാണ് ഓപ്പോസിറ്റ് നിന്ന് കാണുമ്പോഴത്തേക്ക് കൊലപ്പിച്ച് പോകാൻ നിൽക്കണോ? ചോദിച്ചൂടെ? ചോദിക്കണം. കാരണം ഇവന് ഞാൻ പറഞ്ഞല്ലോ, ഈ മോഡസ് ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇവൻ വല വിരിച്ചിരിക്കും. ഓക്കെ, ഇത് കോൺഗ്രസ് പാർട്ടിക്ക് അകത്തുള്ള നേതാക്കന്മാർക്കറിയാം, കോൺഗ്രസ്സിലെ വനിതാ പ്രവർത്തകർക്കറിയാം ഇവൻ്റെ മെസ്സേജുകളുടെ ഗ്രാവിറ്റി എന്താണെന്നുള്ളത്. അതനുഭവിച്ച് ഒരുപാട് പേരുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നില്ല യങ് ആയിട്ടുള്ള സ്ത്രീകളായിരിക്കും കൂടുതൽ. നോ, ഇവനേക്കാൾ പ്രായം കൂടിയവർക്ക് വരെ ഇവൻ്റെ കോഴി ഞരമ്പ് മെസ്സേജുകൾ ചെന്നിട്ടുണ്ട്. ഡിനേ ചെയ്യാൻ പറ്റില്ല ഒരിക്കലും ആയിരിക്കും. അവരൊന്നും പുറത്ത് പറയില്ല, അതൊന്നും പുറത്ത് കാണിക്കൂല, അത് വേറെ കാര്യം. പക്ഷെ ഉണ്ട് എന്നുള്ളത് VD സതീശനറിയാം. മനസ്സിലായോ? VDക്കറിയാം. VDയെ പോലെ തന്നെ ഒരുപാട് പേർക്കറിയാം. പക്ഷെ പുറത്ത് വരില്ല എന്നുള്ളത് കൊണ്ട് തൽക്കാലം അവൻ സേഫാണ്. നോക്കൂ, ഈ ദൃശ്യത്തിൽ കാണുന്ന ഈ നീല സ്ട്രാപ്പിട്ട വാച്ചാണ് ഫോസിൽ വാച്ച്.
ഈ ഫോസിൽ വാച്ച് നമ്മൾ ഇന്ന് വെബ്സൈറ്റിൽ ഇതിൻ്റെ വില അന്വേഷിച്ചപ്പോൾ 11,200 രൂപയാണ് കണ്ടത്. ഡിസ്കൗണ്ട് കഴിഞ്ഞ് 10,948 രൂപയ്ക്ക് ഇന്ന് കിട്ടും. ഈ 10,000 രൂപയിൽ കൂടുതൽ വില വരുന്ന ഈ വാച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയെടുത്തത്. കൂടാതെ സൺസ്ക്രീൻ വാങ്ങിച്ചു. ജിമ്മി നമ്മളെ ഞെട്ടിക്കുന്നത് ഷാമ്പുവും കണ്ടീഷണറും സൺസ്ക്രീനും അടക്കം വാങ്ങിച്ചു. വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും അടക്കം വാങ്ങിച്ചു എന്നാണ് തോന്നുന്നത്. ചെരുപ്പ് വാങ്ങാൻ 10,000 രൂപ കൊടുത്തു എന്ന് അടുത്ത ഭാഗത്ത് പറയുന്നുണ്ട്. എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? മനസ്സിലാക്കാൻ അവിടെ ഗൊമ്മാലേ ഒരു കോണ്ടം പോലും നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയില്ല, പിന്നെ നീ ഇതൊക്കെ മേടിച്ചെടുത്തോളാം നമ്മൾ ചോദിക്കൂ. കഴപ്പ ഇത്രയൊക്കെ മേടിച്ചെടുക്കാൻ പറ്റി, ഇമ്പോർട്ടൻറ്റ് സാധനം മേടിക്കാൻ അവനെ കൊണ്ട് പറ്റിയില്ല. അതാണ് ഇവൻ്റെ ക്രിമിനൽ മൈൻഡ്. മനസ്സിലായില്ലേ? പിന്നെ ഇങ്ങോട്ട് ഇങ്ങോട്ട് മേയണം. പിന്നെ ഇത്രയും സാധനങ്ങൾ ഒരാളിൽ നിന്ന് വാങ്ങിയെന്ന് പറയുന്നു. ഇവനുള്ള ബന്ധങ്ങളിൽ നിന്ന് ഇവൻ ഏതൊക്കെ രീതിയിൽ ചൂഷണം എക്സ്പ്ലോയിറ്റേഷൻ നടത്തി എന്നുള്ളത് ഇവൻ്റെ സ്വത്ത് വിവരങ്ങളുടെ ഒരു കണക്ക്. ഇവൻ്റെ മൊബൈൽ ഫോണിൻ്റെ പാസ്വേഡ് കൊടുത്തില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ. നിങ്ങൾക്ക് മേടിച്ച് അതിനകത്തുള്ള സെർച്ച് ഹിസ്റ്ററിയും അതിനകത്തെ ചാറ്റുകളൊക്കെ എടുത്ത് നോക്കുമ്പോഴേക്കും ഇനി SIT അടുത്ത ഞെട്ടൽ വരാൻ പോണത്. അത് വേറെ സാധനങ്ങൾ ഇനി അതിനകത്ത് കാണും. എന്തായാലും ഒരു അവസ്ഥയാണ്, ഒരു പൊതുപ്രവർത്തകൻ്റെ അവസ്ഥയാണല്ലോ ഇപ്പോൾ. രാഹുലിന് ടൈം പാസ് ആണോ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ തനിക്ക് അതിന് ടൈം ഇല്ലെന്നും നാട്ടിൽ വരുമ്പോൾ വീട്ടിൽ കൊണ്ടുപോയി അമ്മയെയും സഹോദരിയെയും പരിചയപ്പെടുത്താമെന്നും പറഞ്ഞ് കൂടുതൽ അഷ്യൂർ ചെയ്തു. വൈകാരികമായൊരു ബന്ധം സ്ഥാപിച്ചു. KC വേണുഗോപാലിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കണമെന്നും അതിന് സമയം കുറവാണെന്നും ജസ്റ്റ് കണ്ട് പിരിയാമെന്നും രാഹുൽ പറഞ്ഞതനുസരിച്ചാണ് പെൺകുട്ടി ഈ രാഹുലിനെ കാണാൻ വേണ്ടി തയ്യാറാവുന്നത്. അങ്ങനെ പത്തനംതിട്ടയിലെ ഒരു നഗരത്തിലെത്തുന്നു. രാഹുൽ പറഞ്ഞ പ്രകാരം ഞാൻ ബസ്സിലാണ് KSRTCയിൽ എത്തിയത്. രാഹുൽ വരാൻ താമസിക്കുമെന്നും അവിടെ KSRTCക്ക് അടുത്തുള്ളൊരു ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്ത് അവിടെ ഇരിക്കാനും രാഹുൽ വരുമ്പോൾ വിളിക്കാമെന്നും എന്നോട് പറഞ്ഞു. എന്തിനാണ് റൂം ബുക്ക് ചെയ്യുന്നതെന്നും റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് സംസാരിച്ചാൽ പോരെ എന്ന് ചോദിച്ചപ്പോൾ പോപ്പുലർ ആണെന്നും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആണെന്നും ആൾക്കാർ തിരിച്ചറിയുമെന്നും സെൽഫി എടുക്കാൻ വരുമെന്നും നമുക്ക് സംസാരിക്കാൻ പ്രൈവറ്റ് സ്പേസ് വേണ്ടേ എന്നും ചോദിച്ചു. അഡ്വക്കേറ്റിന് ഓർമ്മിക്കുന്നുണ്ടാവും, റിനി നമ്മളോട് പറഞ്ഞ ആദ്യത്തെ പുറത്തുവിട്ട ശബ്ദ സംഭാഷണത്തിലും പിന്നീട് നമ്മളോട് പറഞ്ഞതിലും പറയുന്നൊരു കാര്യമുണ്ട്. ഈ വലിയ റെസ്റ്റോറൻറ്റുകളിലേക്ക്, പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലേക്ക് വിളിച്ച് റൂം ബുക്ക് ചെയ്യുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു രീതി എന്നുള്ളത്. ഇവിടെ വീണ്ടും അതേ പാറ്റേൺ ആവർത്തിക്കുന്നുണ്ട്. എന്നിട്ട് രാഹുലിൻ്റെ പേര് ആ ഹോട്ടലിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കടന്നു ചെല്ലുമ്പോൾ തൻ്റെ പേര് രജിസ്റ്ററിൽ എഴുതണം. ആ പേര് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നല്ല എഴുതുന്നത്, പകരം രാഹുൽ BR എന്നെഴുതുന്നു. പെൺകുട്ടിയുടെ ID കാർഡ് കാണിക്കുന്നു. രാഹുലിൻ്റെ ID കാർഡ് ചോദിച്ചപ്പോൾ ആൾ വന്നിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. റൂമിൽ ചെന്ന് വെയിറ്റ് ചെയ്തു. അതിനുശേഷമാണ് അവിടെ വലിയ ഏകദേശം 2 മണിക്കൂറോളം സമയം അവിടെ വലിയ രീതിയിൽ ഈ പെൺകുട്ടി ആക്രമിക്കുന്നുണ്ടാവുന്നത്. അതിന് വിശദമായ ഭാഗമുണ്ട്, നമ്മളത് വായിക്കുന്നില്ല. അതിനുശേഷം സംഭവിക്കുന്നത് വടകരയിൽ ഫ്ലാറ്റ് ഉണ്ടെന്ന് അവിടെ വെച്ച് പീഡിപ്പിച്ചതിന് ശേഷം, വളരെ ക്രൂരമായി പീഡിപ്പിച്ചതിന് ശേഷം വടകരയിൽ ഒരു ഫ്ലാറ്റ് ഉണ്ടെന്നും മറ്റൊരു ദിവസം വടകരയ്ക്ക് ചെല്ലാൻ ആവശ്യപ്പെട്ടെങ്കിലും ഞങ്ങൾ ഇനി കാണില്ല എന്ന് ഞാൻ പറഞ്ഞു. പാലക്കാട് വാടകയ്ക്ക് രാഹുലിന് ഒരു ഫ്ലാറ്റ് ഉണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ വടകരയിലെ ഫ്ലാറ്റ് അതൊരു വലിയ ചോദ്യചിഹ്നമാണ്. കാര്യം വടകരയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടേക്ക് പോകുന്നത്. അപ്പോൾ അവിടെയും ഈ പെൺകുട്ടിയെ കൊണ്ടുപോകാനൊരു ശ്രമം നടത്തി. അതിനുശേഷം ഈ പലതവണ ഈ പെൺകുട്ടിയുടെ വിശ്വാസത്തെ ഇയാൾ ലംഘിക്കുന്നുണ്ട്. ഈ മൈഗ്രെയിൻ ആണെന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുക, പെൺകുട്ടിയെ അവോയ്ഡ് ചെയ്യുക, അതിനുശേഷം ചായയും വടയും കഴിക്കുന്ന റീൽസ് ഇട്ട് കളിക്കുക. ആ സമയത്താണ് പെൺകുട്ടിക്ക് സംശയം തോന്നുന്നത്. പിന്നീട് വീണ്ടും ഈ പെൺകുട്ടിയോട് അയാൾ ചെരുപ്പ് വാങ്ങാൻ വേണ്ടി പണം ആവശ്യപ്പെടുന്നുണ്ട്. 10,000 രൂപ അയാൾക്ക് ചെരുപ്പ് വാങ്ങാൻ വേണ്ടി കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിനുശേഷം ഈ അയാളുടെ മറ്റും സ്വഭാവമൊക്കെ മാറുന്നുണ്ട്. അനുജത്തിയുടെ കല്യാണത്തെപ്പറ്റി രാഹുൽ ഭീഷണിപ്പെടുത്തി സംസാരിച്ചു എന്ന് പറയുന്നുണ്ട്. അതുകൂടാതെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഭാഗം ഈ മെലോ ഡ്രാമ കളിക്കുകയാണ് എന്ന് ഈ പെൺകുട്ടി പരിഭവം പറയുന്ന സമയത്തെല്ലാം പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഈ പെൺകുട്ടിക്ക് വല്ലാത്ത സ്ട്രെസ്സും ഉറക്കമില്ലായ്മയും ഒക്കെ ഉണ്ടാവുന്നു. പിന്നീട് മിസ്കാരേജ് ഉണ്ടാവുന്നു. ആ സമയത്ത് ഇയാൾ ഈ പെൺകുട്ടിയെ ബ്ലോക്ക് ചെയ്തു വെച്ചിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. എങ്ങനെയുണ്ട്? കോപ്പി പേസ്റ്റ് ബുണ്ടയാണവൻ. ഈ ഇരകളുടെ ലിസ്റ്റിൽ 2ാമത്തെ ഇര, 1ാമത്തെ ഇര, അവരുടെ ഒരു വോയിസിനകത്ത് എന്തുണ്ട്? ഈ മെലോ ഡ്രാമ എന്നുള്ള വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്. എല്ലാവരുടെ അടുത്തും ഒരേ സാധനം തന്നെയാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. 10,000 രൂപയ്ക്ക് ബിർക്കിൻ സ്റ്റോക്കിൻ്റെ ചെരുപ്പ് കൊടുത്ത് കയ്യിൽ ഫോസിലിൻ്റെ വാച്ചും കിട്ടി. ഈ പെണ്ണുങ്ങളൊക്കെ പറ്റിച്ച പൈസ കൊണ്ട് ഇങ്ങനെ ചെത്തി മിനുങ്ങി നടന്ന് നാട്ടുകാർ മുന്നിൽ ഇളിച്ച് കാട്ടി. എന്താലേ റിയൽ ഇസ് നോട്ട് റിയാലിറ്റി എന്ന് പറഞ്ഞ പോലെ ഈ ഇളിച്ച് കാട്ടുന്നതല്ലല്ലോ റിയാലിറ്റി എന്നുള്ളത്. ഞാൻ ആലോചിക്കുന്നതേ, ഈ കോൺഗ്രസ്സുകാർ ഓൾറെഡി ഒഴിവാക്കി വിട്ടു. അവരുടെ റെസ്പോൺസിബിലിറ്റിന്ന് അവർ മാറ്റി.
പക്ഷെ അവരുടെ റെസ്പോൺസിബിലിറ്റി അവിടെ തീരുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല കോൺഗ്രസിൻ്റെ റെസ്പോൺസിബിലിറ്റി അവിടെ തീർന്നു എന്നുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ. രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ട് MLA സ്ഥാനം രാജിവെപ്പിക്കുക എന്നുള്ളൊരു കാര്യം കൂടി ഇവർ ചെയ്യണം. വൈ? ബിക്കോസ് രാഹുൽ മാങ്കൂട്ടം പാലക്കാട് ജയിച്ചത് രാഹുൽ മാങ്കൂട്ടം മാത്രം പോയി നിന്നാൽ ജയിക്കുമോ? ദാറ്റ് ഈസ് ഓൺലി ബിക്കോസ് ഓഫ് കോൺഗ്രസ്. മനസ്സിലായോ? ഷാഫി പറമ്പിൽ എഫക്റ്റ്, കോൺഗ്രസ്, VD സതീശൻ എഫക്റ്റ്, ഇതെല്ലാം കൂടിയിട്ടല്ലേ ജയിച്ചേ. നാട്ടുകാർ വോട്ട് കുത്തുന്ന സമയത്ത് അയ്യോ രാഹുൽ മാങ്കൂട്ടം കൂടെ ഇങ്ങനെയാണോ വോട്ട് കുത്തിയേ? ബാക്കിയുള്ളവരുടെ വിശ്വാസം, പാർട്ടിയോടുള്ള വിശ്വാസം കൂടിയാണ് അവിടെ വോട്ടായിട്ട് മാറിയത്. ഇപ്പോൾ കേസ് വന്നു, ഓക്കെ, നിങ്ങളെടുത്ത ഡിസിഷൻ അടിപൊളിയാണ്, ആളെ പിടിച്ച് പുറത്താക്കി. പക്ഷെ കൂട്ടത്തിൽ ഇവനെ രാജിവെപ്പിച്ച് പുറത്താക്കണ്ടേ? അതല്ലേ ചെയ്യണ്ടേ? അത് ചെയ്തില്ല. അത് ചെയ്യണം. അത് ചെയ്യുമ്പോഴാണ് അവിടെ മാതൃകാപരമായിട്ടുള്ളൊരു ഫുൾ തീരുമാനം വരുന്നത്. ഇപ്പോൾ ഒരു 90% ഉള്ളൂ, 90 25%. ഇവനെ കൊണ്ട് രാജിവെപ്പിക്കണ്ടേ? ഇവന് വേണ്ട സ്ഥാനമാനങ്ങൾ, ഇവനിനി വേണ്ട. ഇവനവിടെ കിടന്നോട്ടെ, ഒന്നിനും ജയിലിൽ കിടന്നോട്ടെ, അല്ലെങ്കിൽ പുറത്തിറങ്ങി വേറെ വിദേശ രാജ്യത്ത് പോയിട്ട് ജീവിച്ചോട്ടെ. അവിടുത്തെ നിയമങ്ങളനുസരിച്ച് എന്തെങ്കിലും ചെയ്ത് ഇനി അവിടെ അകത്താവണമെങ്കിൽ അവിടെ അകത്തായി എന്തോ കാണിച്ചിട്ട് പോട്ട്. ഇവൻ ജനങ്ങളെ സേവിക്കാൻ ഇളിച്ചു കാട്ടി ഇറങ്ങരുത് ഇനി. കാരണം അത്രത്തോളം ചെയ്തു വെച്ച ഈ സൈക്കോ ഇനിയും പവർ പൊസിഷനിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ, ഇപ്പം MLA ആണ്, നാളെ ഒരു മിനിസ്റ്ററൊക്കെ ആയിട്ടാണ്, ഇവനെ തൊടാൻ പറ്റുമായിരുന്നു? ഇവൻ ഇപ്പോഴേ ഭീഷണിയും കാര്യങ്ങളൊക്കെ ആയിട്ട്, അന്ന് ആ പോലീസുകാരനെ ഭീഷണിപ്പെടുത്തിയപ്പോൾ അത് ആ പോലീസുകാരനോടുള്ളൊരു ഭീഷണി, അല്ലെങ്കിൽ അതിനോടുള്ള ഇപ്പോൾ ഇവൻ്റെ ഒരു ഫാൻ ബേസ് ഇളകി പിടിച്ച് പോലീസുകാരൻ്റെ പിന്നിൽ പോയി. ഇപ്പം എനിക്കും തോന്നി, ഓഹോ എന്നൊക്കെ തോന്നിയെന്നു നമുക്കൊക്കെ. കൊള്ളാലോ, യങ് ബ്ലഡ്. ഇതൊന്നും അല്ല. ഇതുപോലെ ചതിച്ച് വഞ്ചിച്ച സ്ത്രീകളെ അടക്കം തുപ്പ് അവരെ മുഖത്ത്, ഭീഷണിപ്പെടുത്തുക. ഞാൻ ഇതും കൂടി ഒന്ന് പ്ലേ ചെയ്യട്ടെ. മറ്റൊരു പ്രസക്തമായ ഭാഗം ആൻഡ്രു, ചൂരൽമലയിലെ ആവശ്യത്തിനായി ഫണ്ട് കളക്ട് ചെയ്യുന്ന സമയത്ത് രാഹുലിന്റെ സുഹൃത്ത് ഫെന്നി പറഞ്ഞിട്ട്, ഫെന്നിയുടെ പേര് ഇവിടെ വരുന്നുണ്ട്, ഫെന്നിയുടെ പേര് നേരത്തെ നമ്മൾ കേട്ടതാണ്. രണ്ടാമത്തെ ബലാത്സംഗ പരാതിയിൽ ഫെന്നി നയനാനാണ് ഹോം സ്റ്റേയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെയും രണ്ടാമത്തെ അതിജീവിതയും എത്തിക്കുന്നത്. ഈ ഫെന്നിയുടെ അക്കൗണ്ടിലേക്ക് 5000 രൂപ അയച്ചു നൽകുകയും ആ ഫണ്ടിൽ നിന്ന് ഉപയോഗിച്ച ഒരു പണം ഉപയോഗിച്ചുകൊണ്ട് അതിൽ തിരിമറി നടത്തി എന്നുള്ളതാണ് ഈ പെൺകുട്ടി പറയുന്നത്. അതിൻ്റെ ഒരു ലാഭം ഈ പെൺകുട്ടിക്ക് കൊടുക്കാം എന്ന മട്ടിലായിരുന്നു അന്നത്തെ ഒരു സംഭവം നടന്നത്. നമ്മളത് വിശദീകരിക്കാതെ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി പുറത്തു വരുമെന്നുള്ളത് കൊണ്ടാണ്. ചൂരൽമലയിലെ ഫണ്ടിൽ പോലും തിരിമറി നടത്തി ആ ഫണ്ടിൻ്റെ മറവിൽ പോലും ഈ പെൺകുട്ടിയോട് അടുക്കാനും റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനും പീഡനം നടത്താനുമായി ഉപയോഗിച്ചു എന്നുള്ളതാണ്. അതിനുശേഷം പാലക്കാട് ഇലക്ഷൻ സമയത്ത് ഭക്ഷണം കഴിക്കാനില്ലാത്തതുകൊണ്ട് 1000 രൂപ രാഹുലിൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ക്ഷമിക്കണം, 10000 രൂപ രാഹുലിൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുക്കുന്നു. അതിനുശേഷം 3 BHK ഫ്ലാറ്റ് എടുക്കാൻ വേണ്ടി 1,14,00,000 രൂപ ആവശ്യപ്പെടുന്നു. തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ഭാഗത്തുണ്ട്. രാഹുലുമായുള്ള റിലേഷൻഷിപ്പ് എല്ലാം ഫെനിയോട് പറഞ്ഞുവെന്ന് പറഞ്ഞതോടെ രാഹുൽ എന്നെ ചീത്ത വിളിക്കാനും, പിന്നീട് ആ കുട്ടി എനിക്ക് വേണമെന്ന് പറഞ്ഞ രാഹുൽ വല്ലവരുടെയും കുട്ടിയെ തൻ്റെ തലയിൽ കെട്ടിവെക്കുന്നുവെന്നും അതിന് നീ തെണ്ടി നടക്കുകയാണോ എന്നും മറ്റും രാഹുൽ വളരെ മോശമായി പറഞ്ഞു എന്നാണ് ഇപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അതിനുശേഷം തുടർച്ചയായി ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഈ പെൺകുട്ടി എങ്ങനെയാണ് ട്രോമാറ്റിക്കായ സ്റ്റേജിലേക്ക് പോയതെന്ന് പറയുന്നു. പിന്നീട് രാഹുലിനെ കോൺടാക്ട് ചെയ്തപ്പോൾ നീ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യ്, ഞാൻ ചെയ്യുന്നത് നിനക്ക് താങ്ങാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. നിന്റെ അനുജത്തിയുടെ വിവാഹമൊക്കെ വരികയല്ലേ എന്നും ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നു. അക്കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടും രാഹുലിനെതിരെ പരാതി കൊടുത്ത പെൺകുട്ടിക്ക് സൈബർ അറ്റാക്ക് വന്നത് അറിഞ്ഞുകൊണ്ടുമുള്ള പേടി മൂലമാണ് പരാതി നൽകാൻ വൈകിയത്. ഒരു ഭാഗത്ത് പറയുന്നുണ്ട് ഈ പെൺകുട്ടിയുടെ അനുജത്തിയുടെ കല്യാണം മുടക്കുക മാത്രമല്ല ആ കുടുംബത്തെ തന്നെ അപായപ്പെടുത്തും എന്ന മട്ടിൽ ഭീഷണിപ്പെടുത്തി എന്നുള്ള കാര്യം കൂടി പെൺകുട്ടി ഈ മൊഴിയിൽ പറയുന്നുണ്ട്. ഇതിൽ പലരും ഇപ്പോൾ ഇവർ തമ്മിലുള്ള ചാറ്റിൻ്റെ പേര് സേവ് ചെയ്ത് വെച്ചതിൻ്റെ ഒരു കാര്യമൊക്കെ എടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അതായത് രാഹുൽ എന്ന് പറഞ്ഞിട്ട് ലവ് ചിഹ്നം ഇട്ട് വെച്ചിട്ടുണ്ട് ടെലിഗ്രാമിലും വാട്സാപ്പിലൊക്കെ. ഇത്രത്തോളം ക്രൂരത ചെയ്ത ഒരാളുടെ പേര് ഇങ്ങനെയാണോ സേവ് ചെയ്യേണ്ടത്? പല രീതിയിലുള്ള അങ്ങനത്തെ വാദങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഇങ്ങനത്തെ ഒരു ക്രൂരത തന്നോട് ചെയ്തൊരു വ്യക്തിയെ വീണ്ടും പോയിട്ട് എന്തിനാണ് ഫ്ലാറ്റ് വാങ്ങാൻ ഹെൽപ്പ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ഇതൊരു ഇമോഷണൽ ലൂപ്പിലേക്ക്, ഓക്കെ, എസ്പെഷ്യലി ഒരു സ്ത്രീയെ ഒരു ഇമോഷണൽ സ്പേസിലേക്ക് കൊണ്ടുവന്ന് അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ, വളരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കണ്ണിങ് ആയിട്ടുള്ള ഒരു ക്രിമിനലിന്, ഓക്കെ, ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ള പരിപാടിയാണ്. ഈ മറ്റേ ഇത് ചെയ്യില്ലേ, ആൾക്കാരെ ഹിപ്നോട്ടൈസ് ചെയ്യില്ലേ, മനസ്സിലായോ? ഒരാളെ ഹിപ്നോട്ടൈസ്, ഇപ്പം മെജീഷ്യൻ കണ്ണ് കെട്ടുന്ന പോലെയാണ്. ഇവൻ്റെ ടാലൻറ്റ് ഇതിലാണ്. മൾട്ടിപ്പിൾ സ്ത്രീകളെ അവരുടെ ലൈഫിൽ ഏറ്റവും വേസ്റ്റ് ഫേസിൽ ഒപ്പം നിന്ന് അവരെ ഹെൽപ്പ് ചെയ്യണമെന്നുള്ള പോലെ കാണിച്ച് അതിന്ന് മാനിപ്പുലേറ്റ് ചെയ്ത് അവരെ ശാരീരികമായിട്ടും അവരെ
ഇവൻ 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 വേറൊരു കാര്യമുണ്ട്. ഇവൻ എക്സ്പ്ലോയിറ്റ് ചെയ്ത സ്ത്രീകളൊക്കെ ഫിനാൻഷ്യലി ഫിറ്റാണ്. മനസ്സിലായോ? ഇവൻ ഏത് നേരത്തും ഒരു ഫണ്ട് മറയ്ക്കാം, അല്ലെങ്കിൽ ഇവന് പല ബെനിഫിറ്റ്സും മോണിറ്ററി ബെനിഫിറ്റ്സും അവരിൽ നിന്ന് കിട്ടുമെന്ന് ഉറപ്പുള്ള ആളുകളെ കൂടിയാണ് ഇവൻ എന്ത് ചെയ്തിട്ടുള്ളത്, ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. അതും ഒരു മെയിൻ കാര്യമാണ്. ഇവരിപ്പോൾ ഹെൽത്ത് സെക്ടറിലുള്ള ഒരാളാണ്, ഇവർ എബ്രോഡാണ്. അങ്ങനെ ഇവനറിയാം വെൽ ഓഫ് ആയിട്ടുള്ള ആളുകളെ എങ്ങനെ പിടിക്കാം. അതിൽ തന്നെ പുറത്ത് ഇവൻ എന്ത് തെണ്ടിത്തരം കാണിച്ചാലും അത് പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിൽ നാളെ ട്രാപ്പിലാകപ്പെടുന്ന, അല്ലെങ്കിൽ നാളെ ഈ കാര്യങ്ങളൊക്കെ പുറത്ത് വന്നാലും കല്യാണം കഴിച്ചിട്ട് ഓൾ എന്തിനാ പണിക്ക് പോയേ എന്ന് സൊസൈറ്റിയുടെ ഒരു വിഭാഗം ചോദിക്കാൻ അല്ലെങ്കിൽ ചോദിക്കുമെന്ന് ഉറപ്പുള്ള ആളുകളെയാണ് ഇവൻ ട്രാക്ക് ചെയ്തിട്ടുള്ളത്. മനസ്സിലായോ? അല്ലാത്ത കേസുകളുണ്ട്, പക്ഷെ പുറത്ത് വരുമെന്നുള്ളതാണ്. അത് കുറച്ചൊക്കെ മുന്നത്തെ കേസുകളാണ്. ഇപ്പോൾ ഈ റീസെൻ്റ്ലി ആയിട്ടാണ് ഇവൻ്റെ ഹിറ്റ് ലിസ്റ്റിൽ ഇങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക പാറ്റേൺ നമ്മൾ കാണുന്നത്. കുറച്ച് അതായത് ഇവൻ ഇതേപോലൊരു ലൈം ലൈറ്റിൽ വരുന്ന ഒരു പൊതുപ്രവർത്തകനാവുന്നതിന് മുമ്പ് ഇവൻ്റെ ലിസ്റ്റിൽ വേറെ ആൾക്കാരുണ്ട്. അതറിയുന്ന പാർട്ടിക്കാരിവിടെ ഉണ്ട്, ഇവനറിയുന്നവരുണ്ട്, മീഡിയക്കാരിവിടെ ഉണ്ട്. ഇനി അത് കേസായിട്ട് വരുമോ എന്നുള്ളതൊക്കെ കമ്മിങ് ഡേയ്സിൽ നമുക്ക് കാണാം. എന്താണെങ്കിലും ഇനിയും ഈ മാങ്ങാട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പോൾ രാഹുൽ ഈശ്വറിനോടൊന്നും പറയാനില്ല. സ്വന്തം അമ്മാവൻ തന്നെ അയ്യപ്പൻ്റെ ഗാർഡിയനായിട്ട് ഇരുന്നിട്ട് അയ്യപ്പനെ വരെ അടിച്ചുകൊണ്ട് പോയി എന്നുള്ള രീതിക്ക് അകത്ത് കിടക്കുകയാണ്. കൂട്ടത്തിൽ ഉറ്റ സുഹൃത്ത് അടക്കണം അകത്ത് പോയി. ഇന്നും വന്നിരുന്നിട്ട് അതിജീവതയെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള എന്തൊക്കെയോ പരാമർശങ്ങൾ ഈ ചങ്ങായി നടത്തുന്നുണ്ട്. എനിക്കെന്തോ ഇയാളത്ര മെൻ്റലി ഫിറ്റല്ല തോന്നുന്നു ഈ മനുഷ്യൻ, ഈ രാഹുൽ ഈശ്വർ. എന്തിനോ വേണ്ടി കിടന്ന് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. എൻഡ് ഓഫ് ദ ഡേ മെറിറ്റ് നോക്കേണ്ട ഒരു കാര്യത്തിൽ പ്രീവിയസ് ഹിസ്റ്ററിയുള്ള പാറ്റേണുള്ള ക്രൈം പാറ്റേണുള്ള മോഡസ് ഉള്ള ഒരുത്തൻ, അവന് വേണ്ടി ഇനിയും ഓരോമായിട്ട് എന്തിനാ ഇപ്പം എന്താ പറയുക, ഇപ്പം ന്യൂസ് ചാനലിലൊക്കെ പോക്ക് നിർത്തി രാഹുൽ ഈശ്വർ. കാരണം അവിടുന്ന് ആട്ടും തുപ്പും കിട്ടാൻ തുടങ്ങി. ഇപ്പോൾ സ്വന്തമായിട്ട് എന്നും ഓരോ പത്രസമ്മേളനം വിളിക്കുന്നുണ്ട്. ന്യൂസുകാർക്ക് പൊട്ടം പറയുന്നു പോയി കേൾക്കാം എന്നുള്ള രീതിക്ക് പോയിരുന്ന് കേൾക്കണമുണ്ട് അവർ. എന്ത് ജന്മങ്ങളുടെ അതൊക്കെ വേറെ യൂണിവേഴ്സിറ്റി തുടങ്ങി അവിടെ ഇരിക്കുക. ആണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കണം, വേണം. അനീതി അനുഭവിക്കുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അത് ഈ രാഹുൽ മാങ്ങാണ്ടിയിൽ പെടില്ല. മനസ്സിലായോ? ഈസ് എ ക്രിമിനൽ, ഈസ് എ സൈക്കോപാത്ത്. അയാളെ ആ രീതിക്ക് വിടണം. നേരത്തെ പറഞ്ഞ പോലെ റോട്ടിൽ പട്ടിണിയും ഇതിനൊക്കെ പിടിച്ചുകൊണ്ടുപോകണവരെ പിടിച്ചുകൊണ്ടെങ്കിൽ വന്ധീകരിച്ച് വേണം പുറത്ത് വിടാൻ. ചെയ്യുന്നു പുറത്ത് വിടുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും മനസ്സമാനത്തോടു കൂടി ജീവിക്കാമല്ലോ, പേടിയില്ലാതെ ജീവിക്കാമല്ലോ.